സർക്കാരിനും ജനപ്രതിനിധികൾക്കുമെതിരായ വികാരം കഴക്കൂട്ടത്ത് പ്രതിഫലിച്ചുവെന്ന് NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ. LDF UDF ധാരണ ഉണ്ടായോന്ന് അറിയില്ല. മണ്ഡലത്തിൽ NDAക്ക് അനുകൂലമായ വികാരമെന്നും വി മുരളീധരൻ 24-നോട് പറഞ്ഞു. വോട്ടുകളെല്ലാം പെട്ടിയിലാക്കി കഴിഞ്ഞു. ഇനി മുന്നണികൾ കൂട്ടലുകളുടെയും കിഴിക്കലുകളുടെയും ഒക്കെ തന്നെ തിരക്കിലാണ്. എന്തായാലും കഴക്കൂട്ടത്തെ NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ 24-നൊപ്പം ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എങ്ങനെയാണ് ഒരു പ്രതീക്ഷകൾ ഇനി പങ്കുവയ്ക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ചോളം തുടക്കത്തിലേ ഉണ്ടായിരുന്ന ഒരു ഫീൽ, ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ സാധിച്ചത് ഈ മണ്ഡലത്തിലൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അത് സർക്കാരിനെതിരായിട്ടുള്ള വികാരമുണ്ട്, ജനപ്രതിനിധി മാറണം എന്നുള്ള ആഗ്രഹമുണ്ട്, അങ്ങനെയുള്ള പല ഘടകങ്ങൾ. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്നലെ കണക്കുകൂട്ടലൊക്കെ നടത്തിയപ്പോൾ ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണ്. ഒന്നാം സ്ഥാനത്ത് NDA എത്തും, അങ്ങ് വിജയിക്കുമെന്ന് പറയുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ആരായിരിക്കും? നല്ല സാധ്യത സ്വാഭാവികമായിട്ടും LDF-നാണ്. എത്ര ഭൂരിപക്ഷം അങ്ങേക്ക് ഉണ്ടാകും? അല്ല, ആ കണക്ക് കൃത്യമായിട്ടുള്ള കണക്കൊന്നും പറയാൻ പറ്റുന്ന സ്ഥിതിയായിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ LDF UDF തമ്മിൽ എന്തൊക്കെ ധാരണകളുണ്ടായി എന്നുള്ളതിൻ്റെ നമുക്കറിയില്ലല്ലോ. അപ്പോൾ അത് ആ ധാരണ അനുസരിച്ചിട്ട് കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം. അതായത് ഈ കോൺഗ്രസിന് തന്നെ കിട്ടിയില്ല എന്നുള്ളൊരു ആരോപണമുണ്ട്. അങ്ങനെ അല്ല, ആരോപണമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ആരോപണം കൗണ്ടിങ് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. കാരണം ഓരോ പ്രദേശങ്ങളിൽ കോൺഗ്രസിന് ഏതാണ്ട് എത്ര വോട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് താരതമ്യേന ഇപ്പോഴുള്ള സ്ഥാനാർത്ഥിയേക്കാൾ ദുർബലനായിട്ടുള്ള സ്ഥാനാർത്ഥിയായിട്ടും 32,000 വോട്ടുണ്ടായിരുന്നു. അതിൽ വീണ്ടും കുറയുന്നു എന്നിരിക്കട്ടെ, അപ്പോൾ വളരെ പ്രകടമാണ് ആ വോട്ട് LDF-ന് പോയി. അപ്പോൾ അത് സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. സംഭവിച്ചാൽ LDF ജയിക്കും എന്ന് പറയാനില്ല. കാരണം അപ്പോഴും ഈ പറയുന്നതൊക്കെ കണക്കുകൂട്ടലാണ്. കണക്കുകൂട്ടലിനപ്പുറത്തൊരു വികാരം ഈ മണ്ഡലത്തിൽ വളരെ പ്രബലമായിട്ടുള്ളൊരു വികാരം, ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള വികാരമുണ്ട്. അത് NDAക്ക് അനുകൂലമാണ്. എന്തായാലും ഇലക്ഷൻ എല്ലാം തന്നെ കഴിഞ്ഞു, വോട്ടെല്ലാം തന്നെ പെട്ടിയില്ല. ഇനി മെയ് 4 വരെ കാത്തിരിക്കുകയാണ്. വിജയപ്രതീക്ഷയുണ്ട് വി മുരളീധരൻ. ന്യൂസ് ശ്രീധർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.